വക്കം ഗവൺമെന്റ് ULPSൽ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടന കർമ്മം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തിലെ വർണ്ണക്കൂടാരം നമുക്ക് അനുവദിച്ചത് ഫെബ്രുവരിയിലാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മനോഹരമായി ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നാളെ സർവീസിൽ നിന്നും വിരമിക്കുന്ന എൻ്റെ ജീവിതത്തിലെ അവസ്മരണീയമായ ഒരു മുഹൂർത്തമാണിത്. ഈ ഒരു പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കാൻ എന്നോടൊപ്പം നിന്ന എൻ്റെ സഹപ്രവർത്തകർക്കും SMC അംഗങ്ങൾക്കും മറ്റു നാട്ടുകാർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷാ കേരളവും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കിയത്. BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ആറ്റിങ്ങൽ MLA OS അംബിക വക്കം ഗവൺമെന്റ് ULP സ്കൂളിൽ വെച്ച് നിർവഹിച്ചത്. വളരെ ചുരുങ്ങിയ 30 ദിവസം കൊണ്ടാണ് വക്കം ഗവൺമെന്റ് ULP സ്കൂളിൽ വർണ്ണക്കൂടാരത്തിന്റെ പണികൾ പൂർത്തീകരിച്ചത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും പ്രഥമ അധ്യാപിക ശ്രീമതി ജെസി ടീച്ചറുടെ സർവീസ് വിരമിക്കലിന്റെ അവസാന ദിവസത്തിന് ഒരു ദിവസം മുമ്പേയും സ്കൂളിൽ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു. സ്കൂളിലെ അധ്യാപകരുടെയും SMC ചെയർമാൻ സബീർ ബഷീറിന്റെയും PT അംഗങ്ങളുടെയും പരിശ്രമങ്ങളുടെ ഫലമാണിത്.
ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻകൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. അതിന്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി 21 കോടി രൂപയാണ് വക്കം കായിക്കര കടവുപാലവുമായി ബന്ധപ്പെട്ട് അതിന്റെ ടെൻഡർ കഴിഞ്ഞു. അത് കാണുന്നത് നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പണയക്കട റോഡും വക്കം കായിക്കര കടവുപാലവും ആലങ്കോട് കീഴാങ്കടവ് റോഡ് 36 കോടിയാണ്. അതിന്റെ നിർമ്മാണം 3 ഉദ്ഘാടനം ഒരു ദിവസമാണ് നമ്മൾ ചെയ്യുന്നത്. 2 ചന്ത നമുക്കറിയാം, നിലയ്ക്കാമത്ത് ചന്ത 3 കോടി 95 നിർമ്മാണം, 2 കോടി 89 2 കോടി 99 നിലയ്ക്കാം. അതിന്റെ പണികൾ ഇപ്പോൾ ആരംഭിച്ചു. നമ്മൾ ഏകദേശം പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ എവിടെയാണ് വികസനം എത്തേണ്ടത് എത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ 10 പഞ്ചായത്ത് വാർഡ് നമ്മൾ ആ രീതിയിൽ പോവുകയാണ്. ഇപ്പൊ ഒരു സ്കൂൾ മാത്രമാണ് നമുക്ക്, ഹയർ സെക്കൻഡറി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഉണ്ട്. അവിടെ 2 കോടി 80 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ പണി തീർന്നു. 1 കോടി 30 ലക്ഷം തീർന്നു. അതിന്റെ മുകളിൽ ഒരു കെട്ടിടം ചെയ്യുന്നുണ്ട്. അതും കൂടെ കഴിയുമ്പോൾ 10 സ്കൂളുകളിൽ സാധ്യമാകുന്ന എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനം എടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ, പിന്നെ ചെറിയ റോഡുകളിൽ ഞാൻ പറയാം, നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജനങ്ങളുടെ പിന്തുണയോടെ സർക്കാരിന്റെ പിന്തുണ കൊണ്ടുവന്നത് നൽകുമ്പോൾ നാട്ടുകാരുടെ പിന്തുണയാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും അതുകൊണ്ട് മക്കളെ സംബന്ധിച്ച് ഇപ്പം എത്ര പഴയ റോഡുമായി 1 വർഷമല്ലേ യുദ്ധമായിരുന്നു, വൻപിച്ചൊരു യുദ്ധമായിരുന്നു. പക്ഷെ ആ യുദ്ധങ്ങളിലൊന്നും ഇവിടുത്തെ നാട്ടുകാരും വീടിലല്ലേ, അതിൽ നമ്മൾ പറയേണ്ടത് ഒട്ടേറെ എനിക്കെതിരെ പാത്തും പതുങ്ങിയൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ട് അതിലൊന്നും ഞാൻ വകവയ്ക്കാതെ ചെയ്യുമെന്ന നിശ്ചയദാർഢ്യം എന്റെ മനസ്സിലുണ്ട്. തീർച്ചയായും 4 കോടി 37 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക രീതിയിൽ BMBC നിലവാരത്തിലാണ് നമ്മളിപ്പോൾ അറിവ് ചെയ്യുന്നത്. അടുത്ത ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മള് വക്കവും മണമ്പൂരും ഒറ്റൊരുമിച്ച് ചേർന്ന ടൂറിസം അതിന്റെ മീറ്റിംഗ് ഏകദേശം ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ കായലും നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോകണം. നമ്മുടെ സ്ഥലത്ത് തന്നെ മണമ്പൂരൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ മറ്റു ദൈവികാലയങ്ങളിലൊക്കെ പോയി നമ്മൾ കാണും. പക്ഷെ നമ്മുടെ പ്രദേശം നിങ്ങൾ നോക്കണം. കാക്കത്തുരുത്തും അല്ല പൊന്നന്തുരുത്തും അല്ലേ, മണമ്പൂർ അതുപോലെ തന്നെ ചെറുനീർ പഞ്ചായത്തും ഒക്കെ പഞ്ചായത്തിന്റെ ചേർന്ന് പോയത് ബോട്ട് സർവീസും ഒക്കെ നമ്മൾ ചർച്ച 3 പ്രാവശ്യം കഴിഞ്ഞു. മറ്റന്നാ എല്ലാവരും ഇവിടെ ടൂറിസം ഒക്കെ വന്നുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ രീതിയിലൊരു മാറ്റം, അതും കൂടെ ഒരു ആഗ്രഹം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന റാട്ട് നമുക്കിപ്പം കയറില്ല കിടക്കണം, അവിടെ കൂടെ പഴയ ഒരു ഇത് വെച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അവിടെ കുട്ടികൾക്കുള്ള ആളുകൾക്ക് ഇരിക്കുവാനും ഭക്ഷണം കഴിക്കാൻ ഫസ്റ്ററായിട്ട് നമ്മൾ അത്രയും സ്ഥലങ്ങൾ നമ്മൾ കാണും. ആ രീതിയിൽ നമുക്ക് ആധുനിക രീതിയിലുള്ള എല്ലാം നമ്മളെ മറ്റൊരു സ്ഥലങ്ങളിൽ പോയി കാണാതെ നമ്മുടെ നാട്ടിലൊരു വരുമാനവും നമ്മുടെ ആളുകൾക്ക് നമ്മുടെ പ്രദേശങ്ങൾ ഇത്തരത്തിൽ മനോഹരമായ പ്രദേശം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് കാണിക്കുന്ന സംവിധാനം എനിക്ക് മുന്നോട്ട് പോകണം. ആ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പദ്ധതികൾ ഇപ്പൊ വക്കങ്ങൾക്കായി ബസ് ഇപ്പൊ നമ്മൾ ഈ അടുത്ത ദിവസം പഞ്ചായത്തിന്റെ ബസ് പഞ്ചായത്തിന്റെ എല്ലാ റോഡ് KSRTC നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം അടുത്ത ഒരു പ്രൈവറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. അതിന്റെ സമയം ഒന്ന് എടുത്തുകൊണ്ട് നാട്ടുകാരുടെ ഇഷ്ടത്തിൽ നമ്മൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യും. ആ രീതിയിലൊരു മാറ്റമാണ് നമ്മുടെ ഒരു പഞ്ചായത്ത് കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായും ഞങ്ങളുടെ എല്ലാം പിന്തുണയുള്ളത് മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. തീർച്ചയായും ഗവൺമെന്റ് 140 മണ്ഡലങ്ങൾ ഒരേപോലെ കണ്ടുകൊണ്ട് NH ആയാലും ഒക്കെ അതിന്റെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ കോളേജ്, നമ്മുടെ മണ്ഡല സമിതി IHRD കോളേജുണ്ട്, ആറ്റിങ്ങൽ കോളേജുണ്ട്, ആറ്റിങ്ങൽ പോളിയുണ്ട്, ഒക്കെ
ഏറ്റവും വലിയ ആശുപത്രിയാണ് നമ്മുടെ വലിയകുന്ന് ആശുപത്രി. നെറ്റലിറ്റിയുമായിട്ട് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. OP ബ്ലോക്കിന്റെ നിർമ്മാണം, RHC വർക്കും അതിന്റെ നിർമ്മാണം, അങ്ങനെ ഒട്ടേറെ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസം ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കുന്ന ഏറ്റവും തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ മാത്രം നടത്തുന്ന ജില്ലയാണ്. 27 സ്കൂളുകൾക്കാണ് 1,30,000, 5 കോടിയും 3 കോടി 30 ഒക്കെ കൊടുവന്നൂരും ആലങ്കോടും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ സ്കൂളുകൾ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു രാഷ്ട്രീയമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇവിടെ ഈ ഭരണകൂടാതെ നമ്മുടെ കുട്ടികളെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഇത് എത്രയും പെട്ടെന്ന് മനോഹരമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ബിഗ് സലൂട്ട് പിന്നെ കുറച്ച് ഓരോരുത്തർക്കും എനിക്കൊരു ആഗ്രഹമുള്ള ഒരു സ്കൂളെന്ന് ഭരണകൂടാതെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് തുറക്കണം. തീർച്ചയായും അതിന്റെ ആഗ്രഹവും എന്റെ സ്വപ്നവും സാക്ഷാത്കരിച്ച എന്റെ പ്രിയപ്പെട്ട HM ഉൾപ്പെടെ എല്ലാവരെയും അറിഞ്ഞെങ്കിലും എല്ലാവരെയും ഉൾപ്പെടെ ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഭരണകൂടാരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം. ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ഇതിനടുത്തിട്ട് ചിത്രശാലിത കൊണ്ട് ചടങ്ങിൽ വക്കം വൈസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു എൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജെസി ആർ സ്വാഗതം ആശംസിച്ചു. SSK തിരുവനന്തപുരം ഡോക്ടർ ബി നജീബ് പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജൂലി, വാർഡ് മെമ്പർ ഫൈസൽ, DPO SSR തിരുവനന്തപുരം ശ്രീമതി ബിന്ദു ജോൺസ്, AEO സിനി BS, BPC വർക്കല ദിനിൽ KS, ട്രെയിനർ വർണ്ണകൂടാരം അനോജ L, CRCC BRC മനീഷ SS, സുവീഷ് S, വികസന സമിതി അംഗം അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ SMC ചെയർമാൻ ശ്രീ സബീർ ബഷീർ കൃതജ്ഞത പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ.